എന്റെ അമ്മേ, ഈശോ മിശിഹായെ പിതാവിന്റെയും പുത്രന്റെയും വിശുദ്ധാത്മാവിന്റെയും നാമത്തിലാമേ. കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, ഞങ്ങൾ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾ അനുഗ്രഹിക്കണമേ. കന്യാസ്ത്രീകൾക്ക് മകുടമായിരിക്കുന്ന നിർമ്മല കന്യയെ മനുഷ്യനെ ഇങ്ങനെ കിടന്ന് തൊള്ള പറഞ്ഞ അയലോക്കാരെയൊക്കെ ഉണർത്തുന്നത് പതുക്കെ പറഞ്ഞാലും മിശിയാതമ്പരാൻ കേട്ടോളും. ശുദ്ധമായ മിഖായേലേ, കാലത്ത് തന്നെ ദൈവദോഷം പറയാതെ എന്റെ പൊന്ന് ഏലിയാമ്മേ, ഇന്ന് ഞായറാഴ്ചയല്ലേ, പള്ളി പോവാൻ നോക്കൂ. അതിന് മാത്രം ഇവിടെ ഒരു കുറവുമില്ല. ദൈവത്തിരിച്ചിത്തം കൊണ്ട് ഈ കൂനാമൂച്ചി കുടുംബത്തിന് എന്താ അടി ഒരു കുറവ്? ഒരു കുറവില്ലേ? ആണ്ടടക്കം ഉണ്ണാൻ നെല്ലും തേങ്ങായും കിട്ടുന്നില്ലേ പോത്തെ? 4 പേരുടെ ഇടയില് ഒരു അന്തസ്സും നെലിയും വെലിയില്ലേ മിഖായേലിന് പെമ്പിളാന്ന് പറഞ്ഞാൽ? 2 പെൺകൊച്ചുങ്ങളുള്ളതിനെ കെട്ടിച്ചു വിടാനും ആൺചെറുക്കന് കഞ്ഞി കുടിക്കാനുള്ള വകയും ഈ തന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം ദൈവഹിതം. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്, നമ്മുടെ മോൻ കുട്ടപ്പൻ ഇന്ന് വരത്തില്ലോടി. പറഞ്ഞ പോലെ അത് നേരാണല്ലോ. ആകെയുള്ള ഒരു ചെറുക്കനാ, അവനെ കാണാഞ്ഞിട്ട് കണ്ണ് കളിക്കുന്നു. അല്ല ഏലിയാമ്മേ, അവൻ വളർന്നല്ലേ വരുന്നത്. എനിക്കൊരു ആലോചന, ഈ കൊല്ലം കൂടി കഴിഞ്ഞാ അവൻ ഉപ്പ് കണ്ടത്ത് നിർത്തണ്ട, ഇവിടെ കൊണ്ടങ്ങ് നിർത്തി പഠിപ്പിച്ചാലോ? അതെന്നാ എന്റെ ആങ്ങളമാരെ അവനെ പൊന്നുപോലെയല്ലേ നോക്കുന്നത്? പൊന്നുപോലെയാണ്, പക്ഷേ മുല്ലപ്പൂമ്പൊടിയേറ്റു കിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം. അതുപോലെ റൗഡി പൂമണമേറ്റു കിടക്കും നമ്മുടെ മോനും ആ റൗഡിത്തരുണ്ടാവില്ലേ എന്റെ പൊന്നെ ഇല്ലാമ്മേ? എനിക്കെന്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ പറ്റാ മതി. എന്റെ ആങ്ങളമാര് ചട്ടമ്പിമാരായതുകൊണ്ടാ തന്റെ ക്രിക്കറ്റാരും പോടാതെ ധൈര്യമായിട്ട് ഈ നാട്ടിലൊക്കെ ഇറങ്ങി നടക്കാൻ പറ്റുന്നത്. അവൻ അവിടെ നിന്ന് പഠിച്ചാ മതി. അവന് വേണ്ട ഏലത്തോട്ടവും കുരുമുളകും ഒക്കെ കൊടുത്ത് പ്രായമാകുമ്പോ അവനെ ഇങ്ങ് വിട്ടോളൂ കേട്ടോ. ഒന്നാം കുർബാന കഴിഞ്ഞ് നേരത്തെ ഇങ്ങ് പോരുവോ അതോ? ഇല്ല, ഞാൻ ഉച്ചക്കുർബാന കഴിഞ്ഞുള്ളൂ. കഴിഞ്ഞ ആഴ്ച പള്ളിയോഗം കഴിഞ്ഞ പിന്നെ ആ തേങ്ങാടെ കണക്കിലൊരു കശപിശയുണ്ട്. ഞാനൊന്ന് പറഞ്ഞു ഒതുക്കിയില്ലെങ്കിൽ അതിനടിയാവും. അതെന്നാ ഇടപാടാ? ഇന്ന് അവര് വരത്തില്ലയോ? എവര്? ഇത് എന്നാ മനുഷ്യനാ? പ്രായവും പഠിത്തമൊക്കെ ആയപ്പോ ഓർമ്മയും പക്കണമൊക്കെ അങ്ങ് പോയോ? നമ്മുടെ മോളിക്കുട്ടിയെ കാണാനേ ആ കൊങ്ങാണ്ടൂർക്കാരൻ ചെറുക്കന്റെ തന്ത വരത്തില്ലയോ, കുഴി കൊച്ച്? പറഞ്ഞതുപോലെ ഞാനതങ്ങ് മറന്നു. അത്രയ്ക്കുണ്ട് പെൺകൊച്ചുങ്ങളെ കെട്ടിച്ചു വിടണമെന്നുള്ള ആലോചന. അപ്പൊ നീ ഒരു കാര്യം ചെയ്യും, മോളിക്കുട്ടിയെ എഴുന്നേൽപ്പിച്ചു വിട്. അവളും കൂടി ഒന്നാം കുർബാനയ്ക്ക് പോരട്ടെ. ഞാൻ അച്ഛനോട് പറഞ്ഞോളാം, ഇന്ന് സൺഡേ സ്കൂളിന് അവള് പഠിപ്പിക്കാൻ വരില്ല എന്ന്. 2 മണി അടിച്ചു, ആ പോത്തുങ്ങളൊന്ന് എണീപ്പിച്ചു വിടുത് എന്റെ പൊന്നേലിയമ്മേ. അവിടെ നിന്നേ എന്തടി പോത്തെ? നമ്മുടെ ആ ചാരപ്പടി ഞാൻ കൊന്നേക്കട്ടെ. അത് വേണോ? അല്ല പിന്നെ അയാൾക്ക് എന്നാ കൂട്ടി ഊണ് കൊടുക്കും? ആ പെട ഇനി മുട്ടയിടുന്ന ലക്ഷണമൊന്നും ഇല്ലെന്നേ. തന്നെയല്ലേ പൊരുന്നയായിട്ട് മാസം 4-5 ആയില്ലയോ, വയസ്സ് 8-10 ആയില്ലയോ കോഴിക്ക്? പറഞ്ഞതുപോലെ അത് നേരാ. കൊന്നേര്. പിന്നെ വേവിക്കുമ്പോ ഇച്ചിരി വിനാഗിരി കൂടുതൽ ഒഴിച്ചോ, ഇല്ലെങ്കിൽ ചിലപ്പോ കുഴി കൊച്ചിന്റെ വെപ്പ് വല്ല് കോഴിക്കാലയിലിരിക്കും. ശരിക്കും ബന്ധോട്ടറി. എടി മോളിക്കുട്ടിയേ, എണീക്കടി. ഒരുത്തിയെന്ന് പെണ്ണ് കാണാൻ വരുന്ന ദിവസവാ. എടി അങ്ങോട്ട് എഴുന്നേക്കാൻ. നേരം വെളുത്തില്ല അമ്മച്ചി. പിന്നെ എന്നാത്തിനാണെന്നോ? പള്ളി പോണ്ടായിടി. ഞാൻ അതിന് ഞായറാഴ്ച ഒന്നാം കുർബാനയ്ക്ക് പോവാറില്ലല്ലോ. ഇപ്പൊ ഇതെന്നതാ ഒരു പുതുമ? നിന്നെ കാണാൻ വരത്തില്ലോടി നിന്നെ കെട്ടാൻ പോകുന്ന ചെറുക്കന്റെ തന്ത. കുളിച്ചെഴുന്നേറ്റ് പള്ളി പൊടി ദൈവ വിചാരത്തോടെ. എടി എടി മൂദേവി, എടി സൂസി, എടി എഴുന്നേക്കടി അവിടുന്ന്. സ്ത്രീധനം കൊടുക്കാനോ 10 കാശില്ല. ഇനിയിപ്പോ ദൈവാനുഗ്രഹത്താലേ നിന്റെയൊക്കെ കല്യാണം നടക്കത്തുള്ളൂ. മൂദേവികള് ഇനിയിപ്പൊ എഴുന്നേറ്റ് 1-1.5 മണിക്കൂർ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പൊട്ടും ചാന്തം വാരി തേച്ചെന്നും വെച്ച് ഒരുത്തനും വന്ന് കെട്ടിക്കൊണ്ട് പോകത്തില്ല കേട്ടാ. കുഴി കൊച്ചു നല്ല 1-ാം നമ്പർ അർക്കീസാ. കണക്ക് പറഞ്ഞ അയാൾ കാശ് വാങ്ങിക്കും. പള്ളിയിൽ ചെന്ന് ഉണ്ണിയേച്ചനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കും. അയാൾക്ക് കൂടുതൽ കാശ് ചോദിക്കാൻ തോന്നല്ലേ, അപ്പന്റെ പാങ്ങിന് ഒതുങ്ങിയ മാതിരി ചോദിക്കണേന്ന്. ഈ അമ്മച്ചിയുടെ ഒരു കാര്യം. 4 ഏക്കർ റബ്ബറും 1 ഈടലിന് 600 തേങ്ങായും കിട്ടുന്ന പത്തനംതിട്ടക്കാരൻ പത്രോസ് കുട്ടി
എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ ഞാൻ കൊടുത്ത കരിപ്പട്ടി കാപ്പി അവല് നനച്ചതും തിന്നും വെച്ച് എന്റെ മുഖത്തോട്ടൊരു നോട്ടം. ഓ, ഇപ്പോഴും എന്റെ ഉള്ളു ധരിച്ചു പോവും. ഇവളുമാരെ പോലെ വല്ലതും ആയിരുന്നോ അന്ന് ഞാൻ കാണാനിരുന്നത്? നല്ല കറുത്തിരണ്ട മുടിയും കരിങ്കൂവള കണ്ണും. കർത്താവേ, എന്റെ കണ്ണും കൂടെ ചെറുതായിപ്പോയി. 17 മൽമൽ മുണ്ടും ഒക്കെ കൂടി ഇടവകയിലൊരു മേളാംഗം തന്നെ ആയിരുന്നേ. അന്ന് കരിസ്മാറ്റിക് ധ്യാനിപ്പിക്കാൻ വന്ന കോവേന്ത പട്ടക്കാരൻ കൊച്ചച്ഛൻ എന്നതാ പറഞ്ഞ്? നീ ഇങ്ങനെ എന്റെ തൊട്ടു മുമ്പിൽ വന്നു നിന്ന് കയ്യും മെയ്യും മറന്ന് ധ്യാനിക്കല്ലേ എന്റെ പൊന്നേലിയാമേ, ഞാൻ പാവിയായി പോവേന്ന്. അങ്ങനെയുള്ള ഞാൻ എവിടെ കിടക്കുന്നു, ഇവളുമാരെവിടെ കിടക്കുന്നു? എന്റെ വിധി എന്റെ മക്കൾക്ക് വരല്ലേന്ന് ഓർത്താ ഞാൻ കർത്താവിനെ കണ്ടാന്നല്ലേ സുന്ദരനാണോ? ചേച്ചിക്കൊന്ന് ആലോചിച്ചാലോ അമ്മച്ചി? പോടി കുരുത്തം കെട്ടോളെ അതേ പ്രസംഗം പറയുന്നു. ആ ചെക്കനെ കണ്ണി പിടിക്കാൻ പ്രാർത്ഥിക്കടി. നേരെ ചേച്ചി, വേഗം പോയി കുളിച്ച് പ്രാർത്ഥിക്ക്. ചേച്ചിയുടെ കെട്ട് കഴിഞ്ഞിട്ട് വേണല്ലോ എനിക്ക്. എന്നതാ എന്റെ പുന്നാര സൂസിമോൾ, അങ്ങനെ മാത്രം കരുതണ്ട കേട്ടോ. അതെ, പെറ്റ് വീണപ്പോ ഒരു എലിവാല് പോലെ ഉണ്ടായിരുന്നുള്ളൂ നീ. നിലങ്കാര ചുമയും കരപ്പനും വന്ന് ചട്ടുകാലം വൈദ്യം തന്ന മരുന്നും കഷായവും തിന്നിട്ട് ചാവാതെ ചത്ത നിന്നെ നേർന്നാ ഞാൻ ഇവിടം വരെ കൊണ്ട് എത്തിച്ചത്. നിന്നെ ഞാൻ കർമ്മലത്താമടത്തി വിടും. നിന്നെ കെട്ടിക്കുന്ന പ്രശ്നമേ ഇല്ല. അന്ത്രു വേണോടാ? ആ അന്ത്രു, താൻ ഏതായാലും വന്നത് നന്നായി. ഒരു 10 മുട്ട ഇങ്ങ് തന്നേച്ചും പോ. അങ്ങോട്ട് തരാനില്ല. അതെന്താ പാടണപ്പാ? നിങ്ങൾക്ക് എന്താണ് 10 മുട്ട? മികായിലേട്ടൻ അടയിരിക്കാൻ പോണ്ട. ഇടോ, ഉപ്പും കോലുമുള്ള വർത്താനം പറയരുതെന്ന് തന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഉള്ളതാ, അത് ഞാൻ ഇത്തിരി പ്രായ കൂടുതലുണ്ട്. പക്ഷെ അടയിരിക്കുന്ന പരുവത്തിലായിട്ടില്ല കേട്ടോ. അതേ, നമ്മുടെ മോളിക്കുട്ടിയെ കാണാൻ ഇന്നൊരു കൂട്ടര് വരും. അങ്ങ് കൊങ്ങാണ്ടൂരുന്നാ കുഴി കൊച്ച് എന്ന് കേട്ടിട്ടുണ്ടോ? അല്ല, ഞാൻ കേട്ടിട്ടില്ല. വലിയ റബ്ബർ തോട്ടവും എസ്റ്റേറ്റും വലിയ സൗകര്യമൊക്കെ ഉള്ളവരാടോ. ഉച്ചയ്ക്ക് ചോറ് കൊടുക്കണേ. ആ ചാരപ്പിടയുടെ പൊരുന്നതിന് എന്തായാലും മാറുകയില്ല. അപ്പൊ അതിനെ അങ്ങ് കൊന്ന് ഇറച്ചിക്കറിയും വെച്ച് മുട്ട പൊരിച്ചതും കൂടെ കൊടുക്കാവല്ലോ എന്നും കരുതിയ. താനൊരു 10 മുട്ട ഇങ്ങ് തന്നേച്ചും പോടോ. അടുത്ത ആഴ്ച തിരിച്ചു തരാവടോ. അല്ല, ചെറുക്കന്റെ പേരെന്താ? അങ്ങോട്ട് ഇറങ്ങിയിട്ടോ. അയ്യരാ, അത് കൊള്ളാം. ആ ജോയിക്കുട്ടിന്നോ ജോണിക്കുട്ടിന്നോ ഏതാണ്ടൊരു ഒരുത്തം കെട്ട കുട്ടിയാ. അല്ല, ശ്രീധരൻ എന്ത് കൊടുക്കണ്ട എന്റെ ചേർത്തി? ഒക്കെ കൊടുക്കണോടോ. ഒരു പാത്രം കാട്ടിരുത്തേ ഇരിക്കണേ. എടോ, തന്നോടുള്ള വിശ്വാസം കൊണ്ട് പറഞ്ഞതാ കേട്ടോ. താൻ ഈ മുട്ട വയ്ക്കാൻ കയറി ഇറങ്ങി നടക്കുന്ന സ്ഥലത്തൊന്നും പറഞ്ഞേക്കരുത്. പരദൂഷണക്കാരാ. അല്ലാതെ നമ്മള് പറയൂലപ്പാ. ആ, അതാ കൊറേ കിടക്കുന്നുണ്ടല്ലോ ഒരുത്തൻ. ഒരു പുത്തൻ പണക്കാരൻ, കാഞ്ഞിരപ്പള്ളി പാപ്പൻ. പാപ്പൻ നല്ലവനെ വിളിക്കേണ്ടത്, കൂപ്പൻ. അവളുടെ ആട്ടും തുപ്പൊന്നും എനിക്കറിയാൻ മേലായിട്ടല്ല. പക്ഷേ ഇപ്പോഴത്തെ എന്റെ സ്ഥിതി അതായിപ്പോയി. സൗകര്യക്കാരനായി പോയില്ലേ, പാപ്പ മുതലാളിയായി പോയി. പട്ടി കടിക്കാനായിട്ട് ഇലക്ഷനിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമായി. ഇല്ലെങ്കിൽ എന്റെ പഴയ സ്വഭാവത്തിനായിരുന്നെങ്കിൽ ഏലിയമ്മയും മക്കളെയും കൂടി ചവിട്ടിയും പുറത്തിറക്കിയേനി. ഉള്ളതാപ്പാ, അപ്പന്റെ ഈ മണാഗുണ വർത്തമാനം അല്ലാതെ പ്രവൃത്തിയിലൊന്നും കാണാനില്ല. ഒരു ദിവസത്തേക്ക് എന്നെ ഒന്ന് ഫ്രീ ആയിട്ട് വിട്. ആ തള്ളയും മക്കളെയും കൂടെ ചവിട്ടിയാൻ വഴിയിറക്കി കാണിച്ചു തരാം. ഒന്നാം തരം ഒരു വീടും ബംഗ്ലാവും കെട്ടിയിട്ട് അതിന്റെ മുമ്പിൽ കുടികിടപ്പുകാരെ പോലെ ഒരു കൂനാമൂച്ചി പെരയും. അതങ്ങോട്ട് തട്ടിപ്പൊളിച്ച് കളഞ്ഞ നമ്മുടെ വീട്ടിന് എന്നാ ഷോ ആയിരിക്കും അപ്പാ പുറത്തുനിന്ന്. അപ്പൻ എന്നാ അത് മനസ്സിലാവാത്തത്? കൊല്ലം 2 ഇറങ്ങിത്തരാൻ പറഞ്ഞിട്ട് പൊന്നുമല കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും ഇറങ്ങുന്നില്ല. ഇനി അങ്ങോട്ട് ചവിട്ടി ഇറക്കണം. അപ്പനൊന്ന് കണ്ണടയ്ക്കാമോ? ഞാൻ ഇറക്കിത്തരാം. മോനെ ജിമ്മി, നീ നല്ല ജീവനോടിരിക്കുന്നത് കണ്ടിട്ട് കണ്ണടച്ചാൽ മതിയെന്ന് ഈ അപ്പനുണ്ട്. വളരെ കഷ്ടപ്പെട്ട ആ തള്ളയില്ലാത്ത നിന്നെയും ഈ കുഞ്ഞിനെയും ഞാൻ വളർത്തി ഈ നിലയിലാക്കിയത്. ആ ഏലിയാമ്മയുടെ ആങ്ങളമാരുണ്ടല്ലോ, ഗജപോക്രികള്, ഉപ്പുകണ്ടം ചട്ടപ്പിമാര്, അവരെ നീ തല്ലിയിറക്കും. അവന്മാര് വന്ന് നിന്നെ എടുത്തിട്ട് മെതിക്കും. എന്റെ പൊന്നപ്പാ, അതൊക്കെ പിച്ചാത്തിയും വെട്ടുകത്തിയും കേസാ. ഞാനേ തോക്കെടുക്കും, തോക്ക്. ആ, തോക്കും വെടികൊണ്ട് ഒന്നും വേണ്ട. ഇന്ന് വികാരി അച്ഛൻ ഒരു കോംപ്രമൈസ് വെച്ചിട്ടുണ്ട്. നോക്കട്ടെ എന്താവുന്ന്. മരം കയറി മറിയാമ്മേ. നിന്റെ തള്ളയാടാ മരം കയറി മറിയാമ്മ. ഞാൻ എന്റെ തള്ളയെ തന്നെയാ വിളിച്ചത്. വെറുതെ അല്ലടാ മരമാക്രി. നിന്റെ തന്ത ഷാപ്പിലിരുന്ന് തന്തയ്ക്ക് 7 ദിവസം മുമ്പുണ്ടായവനെന്ന് നിന്നെ വിളിക്കുന്നത്. ഒരു തങ്കട്ടവനെ. എനിക്ക് പള്ളിയിൽ പോയാലുള്ളതാ. വന്ന് കാപ്പിതാണല്ലേ. നിർത്താൻ.
കുഞ്ഞാമൂച്ചിൽ മിസ്റ്റർ മൈക്കിളിന്റെ വീട് എവിടെയാണ്? ഐ ആം കോർ. അതെ, കുഴിക്കൊച്ചി. കൊങ്ങാണ്ടൂരുകാരൻ കുഴിക്കൊച്ചി. കോട്ടയത്ത് റെയിൽവേ സ്റ്റേഷൻ അടുത്ത് സ്റ്റേഷനറി കട നടത്തുന്ന മുണ്ടക്കയത്ത് 8-10 ഏക്കർ റബ്ബർ തോട്ടമുള്ള കുഴിക്കൊച്ചി. വയസ്സ് ഈ വരുന്ന നേരത്തിൽ 61 തികയും. ഈ പ്രദേശത്തൊക്കെ അപ്പോ നമ്മളെ അറിയും. ചേട്ടനോട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാണ്. ചേട്ടനോട് മാറിയിരുന്നേ. അതാണെങ്കിൽ മാറിയിടോ കുഴിക്കൊച്ച. വണ്ടി വിട്, വണ്ടി വിടോ. കാര്യം നമ്മളൊക്കെ കത്തോലിക്കരാ. കത്തോലിക്കനോട് സ്നേഹം വേണമെന്നാ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അതെ അതെ, ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഉണ്ടാക്കും. കത്തോലിക്കനോട് സ്നേഹം വേണം. വേണം. പക്ഷേ അതിലൊരു തിരുത്തുണ്ട്. കഞ്ഞി കുടിക്കാൻ നിവൃത്തിയുള്ള ഒരു കത്തോലിക്കന് കഞ്ഞി കുടിക്കാൻ നിവൃത്തിയുള്ള വേറൊരു കത്തോലിക്കനോടുള്ള സ്നേഹം. അതാണ് എനിക്കും ചേട്ടനും തമ്മിലുള്ള ബന്ധം. പക്ഷേ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത മിഖായലിനോട് എനിക്ക് സ്നേഹം വേണോ? കാര്യവയൽക്കാരനാണ്. ആ, ചേട്ടന്റെ മോനെ ഞാൻ നേരി കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. പക്ഷേ ചേട്ടന്റെ മുഖത്തെ ആ കുലീനത്തും ആ ഒരഴകും ഒക്കെ കണ്ട ചേട്ടന്റെ മോന്റെ കാമദേവനായിരിക്കും. അല്ലടാ പാപ്പി? പിന്നെ ഈ തന്തയുടെ മോനല്ലയോ, മോശം വരത്തില്ല. ആ കാര്യം ആ പെണ്ണ് കാണാൻ സുന്ദരിയാ. പക്ഷെ ചേട്ടന്റെ മോന് ഇത് വേണോ? ഒന്നാമത് ഭ്രാന്ത്. ഞാൻ പറഞ്ഞല്ലോ, ചികിത്സിക്കാത്ത വൈദ്യന്മാരില്ല. ഇനി ആ പെണ്ണിന് ഭ്രാന്തില്ലായിരുന്നെങ്കിൽ തന്നെ ചേട്ടന്റെ മോന് ആ പെണ്ണെ കെട്ടാൻ കിട്ടില്ല. അതെന്താ പാപ്പച്ച അങ്ങനെ? ഒരു തന്തയ്ക്കും പറയാൻ പറ്റാത്തതാ. എന്നാലും ഉള്ളതുപോലെ പറയണമല്ലോ. എന്റെ മോനില്ലേ ജിമ്മി, ചെറുപ്പത്തിന്റെ ശാലം കുരുത്തക്കേടൊക്കെ ഉണ്ടെന്ന് വെച്ചോ. അവന് വീട്ടിൽ ചില പോക്ക് വരത്തൊക്കെ ഉണ്ടായിരുന്നു. 2 പെൺപിള്ളാരും ഉണ്ടെന്നോ തള്ളയും കൂടെ ഉണ്ടെന്നോ ഒക്കെ നാട്ടുകാർ പറയുന്നു. പിന്നെ അവളെയും കൊണ്ട് എറണാകുളത്തോ പാലക്കാട്ടോ ഒക്കെ പോയി എന്നാ പറയുന്നേ. ഏതായാലും അവക്ക് വട്ടു വന്നേ പിന്നെ അവൻ വലിഞ്ഞു. മിസ്റ്റർ മിഗേൽ ഒന്നോടാ ഇവിടെ ഇറങ്ങി വാടാ പട്ടി. ഇങ്ങോട്ട് വാടാ. നീയാണോടാ മിസ്റ്റർ കുനാമൂച്ചി മിഗേൽ? നിന്നെ കണ്ടിട്ട് വളരെ ചെറുപ്പാണല്ലോ. നിനക്ക് എങ്ങനെയാ കെട്ടിക്കാൻ പിടിക്കും? നിനക്ക് എങ്ങനെയാ കെട്ടിക്കാൻ പ്രായ പെമ്പിളരുണ്ടായി? നിന്റെ ഒരൊറ്റ മുടി പോലും നരച്ചിട്ടില്ലല്ലോ. പാപ്പച്ചൻ പറഞ്ഞത് നുണയാണ്. നീയാണോടാ മികൈ? അല്ല, ഞാൻ മിഖായിലിന്റെ ഇളയ മോനാ, കുട്ടപ്പൻ. നിന്റെ ചേച്ചി എന്താടാ ആ ഭദ്രകാളി? വിഗ്രഹം കളിച്ചെടുത്തിട്ട് നിപ്പ് നിന്നില്ല. വിളിക്കണം. എന്റെ മോനെ ചതിക്കാൻ ജന്മമെടുത്ത ആ ഭദ്രകാളിയെ ഏതായാലും ഞാനിവിടെ വന്ന സ്ഥിതിക്ക് ഒന്ന് കണ്ടേച്ചു. ചേച്ചി, ആരാടത്? ചേച്ചി ഒരു പ്രാന്തൻ അവിടെ വന്ന് നിൽക്കുന്നു. ഭദ്രകാളി എന്ത് എന്തെന്നൊക്കെ ചോദിക്കുന്നു. എനിക്ക് പേടിയായിട്ട് പാടില്ല. മോറങ്ങോട്ട്. നിങ്ങൾ ആരാ? എന്താ വേണ്ടത്? അയ്യോ, കൈകൊണ്ട് നിൽക്കുകയാണെന്നാ തോന്നുന്നത്. കർത്താവേ, നീ ചുട്ട കോഴിയെ പറപ്പിക്കല്ലടി. നിനക്കെന്റെ മോന വേണല്ലടി ഭദ്രകാളി. അയ്യോ എടാ കുട്ടപ്പ, വഴിയിലെങ്ങനെ നോക്കിക്കേ, അപ്പം വരുന്നുണ്ടോന്ന്. അയ്യോ ഇതെന്താ ഭ്രാന്തോ? നിന്റെ അപ്പന് എങ്ങനാ മോളെ? എന്നാ താനായിരിക്കും മിസ്റ്റർ മിഗേൽ. എന്നെ മനസ്സിലായോ? അങ്ങനെ നോക്കണ്ട. അയ്യോ എന്റെ കർത്താവേ, ചേട്ടൻ ഇരുന്നാട്ടെ. എന്നെങ്ങനെ ഇരുത്താൻ നോക്കണ്ട. പെണ്ണെ, നിനക്ക് മനസ്സിലായില്ലേ? നിന്റെ അമ്മായിപ്പനാകാൻ പോകുന്ന ആളാടി. രാവിലെ എങ്ങോട്ടൊന്ന് പട്ടച്ചാരയൊക്കെ കേറ്റിട്ട് വന്നിരിക്കുക. പട്ടച്ചാരയോ? ഞാൻ സ്പോർട്സാണ് കുടിച്ചത്. അങ്ങനെ കാഞ്ഞിരപ്പള്ളി പാപ്പൻ പട്ടച്ചാരയും കുടിച്ചിരുന്നില്ല. കുടിച്ചിരുന്നു. ഇപ്പൊ അപ്പോ 15 years old.
എടോ മികയിലെ കള്ളപ്പുണ്യാള, തന്റെ ഭദ്രകാളി കൂടിയ മകളെ എന്റെ മകന് കെട്ടിച്ചു കൊടുത്ത് എന്നെ പറ്റിച്ചേന്ന് നോക്കുകയാണല്ലേ? താനെന്തോടെ ഉമ്മ വെച്ച് കളിക്കണം? ദൈവത്തിന് നിരക്കാത്ത വർത്താനം പറയല്ലേ എന്റെ പൊന്നു കൊച്ചേ. ഏത് ഭദ്രകാളുടെ കാര്യ? നിങ്ങൾ കള്ളും കുടിച്ച് അതും ഇതും പറയാതെ. എടാ മികയിലെ ഉളുപ്പില്ലാത്തവനെ, എടാ രാവിലെ വീട്ടിൽ വന്ന് അനാവശ്യം പറയരുത്. എവിടെ എന്റെ കൊട? എവിടെ? വാടി, വാടി അങ്ങോട്ട്. വേണ്ട. നമുക്ക് സമാധാനം ഉണ്ടാക്കാം. എന്തിനാ? വാടി, വേണ്ട, വിട്. അമ്മയ്ക്ക് വേണ്ട, അമ്മച്ചി. വേണ്ട. തള്ളയ്ക്ക് പറഞ്ഞോ? അതേടാ, പട്ടേടാ. മാറി. വിട് എന്നെ. ഇയാളെ എപ്പോഴാണ് എന്നെ പോകുന്നത്? വിട്. ഞാൻ പിന്നെ വെളിക്കോട്ടാ. എടാ, അവിടെ നിൽക്കണം. ഇയാൾക്ക് അവിടെ എന്താ നിൽക്ക്. പറ്റി എന്റെ കർത്താവേ? നിങ്ങൾക്ക് ബുദ്ധി വന്നില്ലേ എന്റെ മനുഷ്യ? ആ പാപ്പനുണ്ടല്ലോ, അവന്റെ വേലയാ. പറഞ്ഞത് കേട്ടില്ലേ? അവിടുന്ന് കൊടുത്ത പട്ടയും ചാരായം എല്ലാം കുടിച്ചേച്ചും വന്നേച്ചാ ഇവൻ ഈ വർത്താനം എല്ലാം പറഞ്ഞത്. അങ്ങോട്ട് ചെന്ന് 4 വർത്താനം ഞാൻ പറഞ്ഞേച്ചും വാ. പോയിട്ട് വരെ. പാപ്പനുണ്ടോ അവിടെ? കാഞ്ഞിരപ്പള്ളി പാപ്പനുണ്ടോ അവിടെ? ആ മിഖായലേട്ടനോ? എന്താ വിശേഷം? അല്ല, ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ചോദിക്കാന്നേ, ഇങ്ങോട്ട് വരണം, കയറി വാ. പാപ്പച്ചൻ ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. എന്നോട് കാര്യം വല്ലതും പറയാനുണ്ടോ? ഇങ്ങോട്ട് കയറി വരണം മനുഷ്യ. വാ. എന്താ വസ്തുവിന്റെ കാര്യം വല്ലതും പറയാനാണോ? അതെങ്കിൽ കൊടുത്തേര് മിക്കായാലേട്ടാ. കണ്ടില്ല എന്തെല്ലാം പ്രശ്നങ്ങളാണ്. കല്യാണം മുടങ്ങുന്നു, അലമ്പുണ്ടാവുന്നു, അതങ്ങ് കൊടുത്തേക്കുന്നേ. പാപ്പച്ച നല്ല വില കൊടുത്തേക്കണം. പറ്റിക്കരുത്. കാര്യം എന്തൊക്കെയാണെങ്കിലും അങ്ങനെ സീതനം കിട്ടിയതാ. അങ്ങനെ വളരെ ദേഹം വെച്ച് നല്ല ആദായം ഉണ്ടാക്കിയിരുന്നു. വസ്തു തരത്തില്ല എന്ന് വെച്ച് അയലോക്കത്തിൽ നിന്ന് പാപ്പൻ ഞങ്ങൾ എങ്ങനെ ഉപദ്രവിക്കുന്നത്? ദൈവത്തിന് നിരക്കാത്ത പണിയാ. കാര്യം എന്താണെന്ന് വെച്ചാ പറയൂ. എന്തിനാ കാടും പടപ്പൊക്കെ? എന്റെ മോൾക്ക് ഭ്രാന്തില്ലാന്ന് പാപ്പൻ അറിയാലോ. അത് കൊള്ളാം. ഇയാളുടെ മോക്ക് എന്തൊക്കെ അസുഖം ഉണ്ടെന്ന് അന്വേഷിക്കലല്ലേ എന്റെ ജോലി. എന്റെ മോളിക്കുട്ടിയെ കാണാൻ വന്ന കൊങ്ങാണ്ടൂർക്കാരനോട് പാപ്പൻ എന്നാ പറഞ്ഞേ? എന്തിനാ അയാൾക്ക് പട്ടയും പന്നിയിറച്ചിയും കൊടുത്ത് വേണ്ടാധീനം കാണിച്ചേ? എനിക്ക് ഇഷ്ടമുള്ളത് പറയും. എന്റെ വീട്ടിൽ വരുന്നവർക്കേ പട്ടയല്ല, സ്കോച്ചും പന്നിയിറച്ചിയും കരിമീൻ പൊള്ളിച്ചതും ഒക്കെ കൊടുക്കും. താൻ ആരാ അത് ചോദിക്കാൻ? എന്തിനാ പാപ്പ ഇങ്ങനെ ദൈവത്തിന് നിരക്കാത്ത വർത്താനം പറയുന്നേ? ഉത്തിരിപ്പ് കടമുള്ളതാ കേട്ടോ. കല്യാണം മുടക്കുന്നത് പോലെ ഒരു കൊടിയ പാപം വേറെ ഇല്ല. ഒന്ന് പോടോ ഉപദേശി. മുകളിലൊരു തിരിപ്പുണ്ട്, നിന്നോട് ചോദിച്ചോളൂ പാപ്പ. വരട്ടെ. രാവിലെ മുറ്റത്തൊന്ന് പ്രാവുന്നോ? അയ്യോ, എന്റെ കർത്താവേ. ചെല്ല്, പോയി ചെന്ന് കേസ് കൊടുക്ക. ഇന്ന് ഞാൻ അവനെ പിടുക്കാം. ഇങ്ങോട്ട് വാ. എടാ പാപ്പ, ഏലിയമ്മേ, എന്തിനാണ് താൻ ഞാൻ പറഞ്ഞവനെ തല്ലിയത്? തല്ലുകൊള്ളും പറഞ്ഞേക്കാം. തന്റെ കൊടലി ഞാൻ എടുക്കും. ഞാൻ പെണ്ണ് വേറെ. ഏലിയമ്മേ, പകരം വീട്ടിൽ നിന്ന് നമ്മളല്ല ദൈവമാണ്. എടാ, എന്റെ മോക്ക് ഭ്രാന്താണെന്നില്ലേ? ചത്തുപോയ തന്റെ തന്തയ്ക്കും തള്ളയ്ക്കും കെട്ടിയേക്കോടാ ഭ്രാന്ത്. എടി എലി, ഞാൻ ആള് പെശക. ചൊണയുണ്ടെങ്കിൽ തല്ലടാ. ശരിയാ. കോഷണ്ടി ചാണത്തലയാ. പള്ളിയെ മുടിപ്പിച്ചുണ്ടാക്കിയ കാറ്റിന്റെ മൂപ്പ് കയ്യിലിരിക്കണ. കൂനാമുചേലിയും വീട് കളിക്കരുത്. വേഗം വെച്ച് പോ. നീ നിന്റെ ചെവിക്ക് തൊളിക്കോ. ഓ, ആയിക്കോളാം. കാണാവിടെ. പോടാ കോഷണ്ടി. അമ്മച്ചി 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 അമ്മച്ചി, അമ്മച്ചി അമ്മച്ചി, അപ്പച്ച, 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 എന്താ? അമ്മച്ചിയെ കാണുന്നില്ല. അപ്പച്ച അപ്പച്ചേ, പെട്ടിയിലിരുന്ന് അമ്മച്ചിയുടെ തേച്ച് വെച്ച ചട്ടയും മുണ്ടും കവണിയും കാണുന്നില്ല. ചട്ടയും മുണ്ടും കവണി ഇട്ടുകൊണ്ട് അവൾ ഈ പരപരാ വെളുപ്പിന് എവിടെ പോയി? ഞങ്ങളുടെ അമ്മച്ചി ഇങ്ങോട്ടങ്ങനെ വന്നായിരുന്നോ? ഇല്ല. വീട്ടിലില്ലേ? ഇല്ല. ഇനിയിപ്പൊ പാമ്പച്ചേട്ടന്റെ ഗുണ്ടകളം കാണാൻ വന്ന് പൊക്കിക്കൊണ്ട് പോയതാണോ? കരുനാക്കൊണ്ടൊന്നും പറയാതെ എന്റെ അടുത്ത്. കരിനാക്ക് പറയുന്നതിനാ കുഴപ്പം, ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. അമ്മയെ പോലെ തന്നെ മോളും. ഞങ്ങളുടെ അമ്മച്ചിയെ വഴിയിലെങ്ങനെ കണ്ടോ? അത് പറയാനാണ് നമ്മൾ ഓടി വന്നത്. അമ്മച്ചി ഇന്ന് ഉപ്പുകണ്ടത്തേക്കുള്ള പച്ച ബസ്സിൽ കയറി പോണേ നമ്മൾ കണ്ട്. ആങ്ങളമാരുടെ അടുത്തേക്കാവുള്ളൂ. അല്ല, ഇന്ന് ഇവിടെ വല്ല ബെട്ടും കുത്തൊക്കെ നടക്കൂട്ടാ. എന്റെ കർത്താവേ. കർത്താവേ, അടി പാർസലായിട്ടാ വരണ. ജിമ്മി, പാപ്പഞ്ചേട്ടാ, പാപ്പഞ്ചേട്ടാ, പാപ്പഞ്ചേട്ടാ. എന്താടാ വെളുപ്പിനെ? സംഗതി കൊഴിഞ്ഞേട്ടാ. എന്താ? ജിമ്മി, ജിമ്മി, നിന്റെ തോക്കും കൊച്ചു വിച്ചാത്തി ഒക്കെ എടുത്തോ. ആളെയും കൂട്ടിക്കോ. ഏലിയാമ്മ ഉപ്പണ്ടത്തിന് പോയിട്ടുണ്ട്. അവരുടെ ആങ്ങളമാരില്ലേ, ചട്ടമ്പിയാർ ആങ്ങളമാര്, അവരുടെ അടുത്തേക്ക്. അച്ചോ, 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 ഇന്ന് ഇടവകയില് കൊലപാതകം ഉണ്ടാവും, വെട്ടുമുത്തും ഉണ്ടാവും. എന്താ മത്തായി? ഇന്നലെ ആ കൂനാമൂച്ചിക്കാരും കാഞ്ഞിരപ്പള്ളി പാപ്പഞ്ചേട്ടനുമായിട്ടൊരു അലമ്പുണ്ടായില്ലയോ? ഏലിയാമ്മ അവരുടെ ആങ്ങളമാരെ വിളിക്കാൻ പോയിരിക്കുക.
അവരുടെ ആങ്ങളമാരെന്ന് പറഞ്ഞ അച്ഛൻ അറിയാവോ? കേട്ടിട്ടുണ്ട്. ആ, കേട്ടതിനേക്കാൾ വൃത്തികേടാ. കുത്തും വെട്ടും തല്ലും ഇല്ലാത്ത ദിവസവും ഇല്ല. അവന്മാര് വന്നാ ഈ ഇടവകയിൽ കൊലപാതകം നടക്കും. അച്ഛൻ ഒന്ന് വരണം. ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന ദൈവഭയവും ഭക്തിയും ഉള്ളവരല്ലല്ലോ. ഉപ്പ് കണ്ട ചട്ടമ്പിമാർക്കും അതില്ല, കാഞ്ഞിരപ്പള്ളി പാപ്പനും അതില്ല. അച്ഛൻ നിർത്തണ്ടാടാ, വിട്ടോ. അളിയാ, പൊന്നളിയാ, എന്നാ പറ്റി അളിയാ? എനിക്കൊന്നും പറ്റിയില്ല എന്റെ പൊന്നുകോരെ. നീയായിട്ട് ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. അളിയനെ എവിടെ തല്ലിയത്? അത് ചോദിക്കാനാണ് ഞങ്ങൾ വന്നത്. അളിയനൊന്നും പറ്റിയോ? എനിക്കൊന്നും പറ്റിയില്ല പാപ്പി. അളിയൻ സമാധാനം മാത്രം പറയണ്ട. പാപ്പി അപ്പി എവിടെ? സമയമാകുമ്പോ എത്തിക്കോളൂ. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇല്ലില്ല, പാപ്പന്റെ എല്ലൊടിക്കാൻ ഞങ്ങൾ ഇവിടെ പോകുന്ന പ്രശ്നമേ ഇല്ല. എടാ ഇരട്ട കുഞ്ഞുങ്ങളെ, മാത്ത പോത്ത പൊന്നു കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എന്റെ മക്കളുടെ പ്രായമല്ലേ ഉള്ളൂ. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. കോരച്ചായം പറയുന്നതിന് അപ്പുറത്തൊന്നും ഞങ്ങൾക്കില്ല. കോരച്ചായം കുത്താൻ പറഞ്ഞാൽ ഞങ്ങൾ കുത്തും, കോരച്ചായം വെട്ടാൻ പറഞ്ഞാൽ ഞങ്ങൾ വെട്ടും. എന്റെ കർത്താവേ, ഇവന്മാർക്ക് നല്ല ബുദ്ധി തോന്നിയിട്ടുണ്ട്. അകത്ത് വരുന്ന വേദപുസ്തകം വായിക്ക്. ഇതൊക്കെ തല്ലുകൊണ്ടാലേ ശരിയാകത്തുള്ളൂ. എടാ മാത്താ പോത്താ എടുത്തു വേണ കൊടുവാളും സാധനങ്ങളും. ഈ നെക്കത്തിന്റെ എല്ല് സൂപ്പോ ജിമ്മി പാപ്പച്ച. അവന്മാരൊക്കെ വന്നിട്ടുണ്ട്. വടിവാളും കുന്തവും കടാരയും ഒക്കെ ഉണ്ട്. പറഞ്ഞ പോലെ പാപ്പച്ചേട്ടാ, ഞാൻ ഇപ്പഴാ ഓർത്തത്. ഞാനേ ഒരു ഹോമിയോപ്പതി മരുന്ന് കഴിച്ചോണ്ടിരിക്കുക. രാവിലെ കഴിച്ചില്ല. ഞാൻ പോയി കഴിച്ചിട്ട് ഇപ്പൊ വരാം. പോയി വരുമ്പം സകലതും വാ, ഇത് താനും കൂടി ഒപ്പിച്ച പുലിവാലല്ലേ, തീർത്തിട്ട് പോയാ മതി. എന്നെ കണ്ടങ്കോറൻ ഗുരുക്കളെ. എന്റെ കർത്താവേ, ഇവന്മാരെല്ലാവരും കൂടി അന്ത്യശ്വാസം വയ്ക്കാൻ പോവാണോ? എടാ കാഞ്ഞിരപ്പള്ളി പാപ്പ, പരമ തെണ്ടി. എത്തി. എവിടെയാ പാപ്പൻ? ഇത്രയും പേരെ ഉള്ളടാ. അമ്മയുടെ വയറ്റിലേക്ക് തിരിച്ചു പോണ്ടെന്നുള്ളവരെ നിക്ക്, ഇല്ലാത്തവർ ഓടിക്കോ. മോനെ ജിമ്മി, ഇതം കോംപ്രമൈസ് ആക്കിയല്ലോടാ. അപ്പനൊന്നും മിണ്ടായിരിയപ്പാ. എടാ പാപ്പ, കാഞ്ഞിരപ്പള്ളി പാപ്പ, വീട്ടിൽ കയറി അനാവശ്യം കാണിക്കരുത്. പാപ്പന്റെ മൂത്ത മോനാണല്ലേടാ. എന്താടാ പിത്തക്കാരി നിന്റെ പേര്? ഓ, ജിമ്മി. അതെ, ജിമ്മി, ജിമ്മി പാപ്പൻ. തന്റെ ഈ ഒലത്തി ചട്ടമ്പിത്തരം ഉണ്ടല്ലോ, ഉപ്പ് കണ്ടെത്തി കുടിയേറ്റ അസാടുകളെടുത്ത് എടുത്താൽ മതി. ആമ്പലെടുത്ത് കളിക്കാൻ വന്ന അനുഭവം എന്താണെന്നറിയോ? അറിയാവടാ. തന്റെ ഈ കളവുകൾ ഇന്ന് ഞാൻ അവസാനിപ്പിക്കണോ? എടാ പന്നി.